ഹലോ, ഞങ്ങൾ എയർപോർട്ടിലെത്തി. റൂമിൽ നിന്ന് രാവിലെ 5 മണിക്കല്ല ഇറങ്ങി. നമ്മൾ ഇപ്പോൾ ഇറങ്ങി റൂമിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങി. രാവിലെ ഒരു 5:40 ആകുമ്പോൾ ഇവിടെ എത്തി. ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ എയറേഷ്യ ഫ്ലൈറ്റ്. എയറേഷ്യൻ്റെ ചെക്ക് ഇൻ കൗണ്ടറിൽ ആൾക്കാർ വളരെ കുറവ്. നേരെ പോയി ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് കിട്ടി. ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ ഇനിയും ടൈമുണ്ട്. പിന്നെ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് വിയറ്റ്നാം ഡോങ്സ് ഉണ്ട്. അപ്പോൾ അത് സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെറിയ എമൗണ്ട് ഉള്ളൂ. ഇനിയിപ്പോൾ അത് നാട്ടിലേക്ക് കൊണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, യൂസില്ല. ഇവിടുന്ന് കൺവേർട്ട് ചെയ്താലും വലിയ എമൗണ്ട് ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് 2 കോഫി ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുക കോഫിക്ക് വേണ്ടിയിട്ട്. ഇതാണ് കാരമൽ മോക്ക അല്ലെങ്കിൽ മാഷിയോ, അങ്ങനെ എനിക്ക് വായിക്കാമെന്നറിയില്ല. പക്ഷേ പേര് കണ്ടപ്പോൾ കാരമൽ എന്ന് കണ്ടപ്പോൾ ഓർഡർ ചെയ്താണ്. കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ കുടിച്ചു നോക്കട്ടെ. ഞങ്ങൾ ചെക്ക് ഇൻ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഫ്ലൈറ്റ് വരാൻ വെയിറ്റ് ചെയ്താൽ മതി, ഇത്രയേ ഉള്ളൂ. ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളിവിടെ കറങ്ങി കളിക്കട്ടെ. ഇനി കുറച്ച് ഡോങ്ങും കൂടി ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ചിലവാക്കാനുള്ള വകുപ്പുണ്ടോ നോക്കിയിട്ട് അത് സ്പെൻഡ് ചെയ്തിട്ട് ഇനി അടുത്ത ഫ്ലൈറ്റിൽ പോവും. ടെർമിനൽ ഏരിയ, നോയ് ബായ് എയർപോർട്ട്, ഹനോയ്. എൻ്റെ പേര് നോയ് ബായ് എയർപോർട്ട് എന്നാട്ടോ, ഹനോയ് എയർപോർട്ടിൻ്റെ പേര്. അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടാണ്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഫ്ലൈറ്റ് കാണാം. ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ടോ. ഞങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റ് എയർ ഏഷ്യ ആണ്. ഇത് വിയറ്റ്നാം എയർലൈൻസ് ബ്ലൂ. ഓക്കെ, ഇതാണ് നമ്മളെ നോയ് ബായ് എയർപോർട്ട്. ഇത്തിഹാദ് ഫ്ലൈറ്റ് കാണിച്ചു കേട്ടോ, വലിയ ഫ്ലൈറ്റാണ്. വിയറ്റ്നാം എയർലൈൻസ് ഇത്തിഹാദ് ഒന്നുള്ളൂ തോന്നിട്ടോ. ബാക്കി കംപ്ലീറ്റ് ഇവിടെ വിയറ്റ്നാം എയർലൈൻസ്. ഇവരൊക്കെ ടേക്ക് ഓഫിന് റെഡി ആവാൻ തോന്നുന്നു. നമ്മൾ എയറേഷ്യ വന്നില്ല ഇവിടെ. എയറേഷ്യ എത്തിയിട്ടില്ല. ഇവിടെ കംപ്ലീറ്റ് ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ആട്ടോ. പ്രൈസ് കുറച്ച് ഹൈ ആണ്, എക്സെപ്റ്റ് കള്ളിന് ഇത്രയും ടാക്സുള്ള സ്ഥലം നമ്മളെ കേരളം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ പോലും നമ്മൾ അവിടുത്തെ റേറ്റ് എത്തുന്നില്ല ആൽക്കഹോൾ. നമ്മളിവിടെ എന്താ പേര് പറയല്, ഇന്ത്യ എന്ന് പറയുമ്പോൾ അല്ലല്ലോ, വേറെന്ന് പറയല്ലേ എന്നല്ലേ, നമസ്തേ അല്ല, വേറെന്ന് പറയല്ലേ. നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഇവർ എന്തോന്ന് പറയും, എന്തോന്ന് പറയലേ ഇന്നലെ. നമസ്തേന്നോ, കൈ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞേ. നമ്മൾ ഇന്ത്യൻസ് പറയുമ്പോൾ ഇവര് നമസ്തേ എന്ന് പറയട്ടോ. ഇവരെ വിചാരം എല്ലാവരും ഹിന്ദിക്കാരാണ് അല്ലേ. അതാ പോകുന്നു. ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീ കയറിയിട്ട് വാലന്റൈൻസ് വാങ്ങി. ഒരു നല്ല പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചോദിച്ചു ഒരാൾക്ക് എത്ര കെയർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ചോദിച്ചാൽ എങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞ് ഫ്രം മലേഷ്യ ടു ഇന്ത്യ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് പെർ പേഴ്സൺ 2 ലിറ്റർ കെയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ ചെക്ക് ഇൻ ബാഗേജ് അല്ല കേട്ടോ കയ്യിൽ. എനിക്ക് തോന്നുന്നത് ചെക്ക് ഇൻ ബാഗേജിൽ ചിലപ്പോൾ 5 പറ്റും തോന്നുന്നു. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അങ്ങനെ കണ്ട്. എനിക്ക് എക്സാക്റ്റ് അറിയില്ല, കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്രാവൽ ആയതുകൊണ്ട് അത് ഞാൻ ചോദിച്ചില്ല. ഞങ്ങളിതാ വാലന്റൈൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. റാപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് കംപ്ലീറ്റ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അതെ, റാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ എഴുതിയുണ്ടോ ഡു നോട്ട് ഓപ്പൺ. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഫ്ലൈറ്റ് കയറ്റില്ല. അത് എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിൽ നിന്ന് വെള്ളമടിച്ച് അലമ്പ് ഉണ്ടാക്കാതിരിക്കാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സേഫ്റ്റി റീസൺസ് ആയിരിക്കും.
പക്ഷേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തുന്നവരെ ഓപ്പൺ ചെയ്തെന്ന് എഴുതി വെച്ച്. അതായത് ഞാൻ കാലിക്കറ്റ് എത്തുന്നവരെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ബാഗ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവിടെ നമ്മളെ കസ്റ്റംസിൽ എടുത്ത് വെക്കുന്ന പറയുന്നത്, കോൺഫിസ്കേറ്റ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ വാങ്ങുകയാണെങ്കിൽ സീനൊന്നുമില്ല, നമുക്ക് 2 ലിറ്റർ വരെ വാങ്ങാം. 2 ആളുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 2 ലിറ്റർ, ആഷ്ലിൻ്റെ 2 ലിറ്റർ കയ്യിൽ കൊടുക്കും. അപ്പോൾ ടോട്ടൽ 4 വാങ്ങാം നമുക്ക്. പിന്നെ ബാലൻസിന് ഇവിടെ $21 ഉള്ളൂ കേട്ടോ. നല്ല റേറ്റ് കുറവാണ്. നമ്മൾ ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സൊക്കെ ഒരു 5-6 പേര് വരികയാണെങ്കിൽ ഇഷ്ടം പോലെ ആൽക്കഹോളും ഉണ്ടാവാം. നല്ല ഓപ്ഷൻ അല്ലേ? ഒരാൾക്ക് 2 വെച്ചിട്ട്. ഇതിപ്പോൾ എത്ര ആയ ഇന്ത്യൻ മണി? 2000 ചോടെ വന്നിട്ടുള്ളൂ. വാലന്റൈൻസ് ഇത് സ്പെഷ്യൽ എഡീഷനാണ്. 2000 താഴെ വന്നുള്ളൂ. ഒരു 5 റുപ്യ ആയിട്ട് വരികയാണെങ്കിൽ നമ്മളെ പാക്ക് അതുണ്ട്, മറ്റേ റെഡ് ലേബലിൻ്റെയൊക്കെ ജോണി വാക്കർ 30% ഓഫിന് 3 വാങ്ങുമ്പോൾ കിട്ടുന്ന മറ്റേ 3 പാക്ക് വരുന്ന സംഭവമുണ്ട്. അതൊക്കെ വാങ്ങി വേണമെങ്കിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല ലാഭമായിരിക്കും. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വാങ്ങി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിൽ ഓൾറെഡി ഡോങ് ഉണ്ട് ബാലൻസ്. അപ്പോൾ ആ ഡോങ് കൊണ്ട് നാട്ടിൽ പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഒരു 3-4 കറൻസി ഡോങ് കയ്യിലെടുത്ത് വെച്ചിട്ട് ബാക്കി ഡോങ്സ് കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്തു. ഓക്കെ, ഞങ്ങൾ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യട്ടെ. എന്ന പോലെ എയർ ഏഷ്യ വന്നിട്ടില്ല. ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാം. സീറ്റ് പക്ഷേ സെപ്പറേറ്റ് സീറ്റാണ്, ഒരുമിച്ചിട്ടല്ല. കഷ്ടം തന്നെ മുതലാളി. ബുദ്ധിമുട്ട് മനസ്സിലാക്കി. ഇത്രയും നേരം ഞങ്ങൾ ഒരുമിച്ചിട്ടല്ലേ, ഈ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണ മോനെ പറഞ്ഞിട്ട് എനിക്ക് ടിക്കറ്റ് മാറ്റി തന്നു. ഓ, രക്ഷപ്പെട്ടു. നീ ആരുടെ തുള്ളു ചാരിക്കുന്ന ആൻറ്റി ഉണ്ട്, ആൻറ്റി എൻ്റെ ആൻറ്റി. ഞങ്ങളെ ബോർഡ് ചെയ്യാൻ പോവാണ്. ഇത് ഫ്ലൈറ്റിൽ നിന്ന് എക്സിറ്റ് ആവുന്നുള്ളൂ തോന്നുന്നില്ല ആൾക്കാർ. ഈ ഫ്ലൈറ്റിൽ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ആൾക്കാർ എക്സിറ്റ് ആവുന്നുള്ളൂ കേട്ടോ. ഈ ഫ്ലൈറ്റിൽ തന്നെ ഞങ്ങൾ പോകുന്നത്. ഇവിടെ കയറിയപ്പോ 5G. ചളിങ്ങി പോയതുപോലെ എവിടെ ഡിഷുണ്ടോ? ഡ്രാഗണായിട്ട് അടിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെയാ? അപ്പം ഞങ്ങള് കോലാലംപൂർ ഫ്ലൈറ്റ് ഇറങ്ങി. സമയം 1:30 മണി. ഇനി നീണ്ട 9 സെക്കൻഡില് 11:45 1 മണി. പെട്ടെന്നല്ലേ? ഞാൻ നോക്കി, എനിക്ക് 11:45 ഇവര് പറഞ്ഞത്. 45 മിനിറ്റ്സ്. അപ്പൊ അവിടെ 10 മിനിറ്റ് നോക്കിട്ട് പോകണം 1 മണി. എനിക്ക് ടൈംസ് കൂടെ പെട്ടെന്ന് മാറണം തോന്നുന്നല്ലേ ഇവിടെ? അങ്ങനെ ഞാൻ നോക്കി. നമ്മുടെ എത്ര മണി അറിയാം? നമ്മുടെ നാട്ടില് 11 മണി കിട്ടുള്ളൂ. ഹാനോയില് വിയറ്റ്നാമില് 12:40. ഇവിടെ 1:38. ടൈം ഡിഫറൻസ് വിയറ്റ്നാമും ഇവിടെയും തമ്മില് നന്നായി. നമ്മൾ വേറെ സമയം പോയില്ലേ? എന്തായാലും 8 മണിക്കൂറുണ്ട്. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ നീണ്ട 9 hours ലേ ഓവർ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ചെയ്യണം നോക്കട്ടെ. ഇവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇനി ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഉള്ളൂ പർച്ചേസ് ചെയ്യാൻ. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള പരിപാടി നോക്കണം.
പെട്ടെന്ന് എത്തിയിട്ടോ അവിടെ 4 hours ഫ്ലൈറ്റ് ടൈം ഉണ്ട്. പക്ഷേ ഇവിടെ പെട്ടെന്ന് എത്തിയ പോലെ തോന്നുന്നു. ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ബാഗ് ഇവിടെ എത്തിയ പോലത്തെ ഫീലിംഗ്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ അവൻ്റെ ടൈം സോണിൻ്റെ ഡിഫറൻസ് കൊണ്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ഫുഡ് അന്വേഷിച്ചുള്ള യാത്രയിലാണ്. മലേഷ്യൻ എയർപോർട്ടിലാണ്. ഒരു ബിരിയാണിക്ക് 631 രൂപ. ഇതൊന്നും പോലെ 27 അല്ലേ? 21 കണ്ടോളായിരിക്കും. 21 വെജിറ്റബിളാ. ചിക്കനില്ലേ? ഒരു ബിരിയാണിക്ക് 600 രൂപ. അപ്പോൾ രാവിലെ ഞങ്ങള് കാര്യമായിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. രാവിലെ ഒന്നും കാര്യമായിട്ട് കഴിച്ചില്ല. ബിസ്ക്കറ്റ് മാത്രമേ കഴിച്ചുള്ളൂ, കുറച്ച് വെള്ളം. അതുകൊണ്ട് ഞങ്ങൾ 600 രൂപ ഒരു ബിരിയാണിക്ക് കൊടുത്തിട്ട് മലേഷ്യനിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വിശപ്പ് മാറട്ടെ. ഇനി രാത്രി വരെ ഒന്നും കഴിക്കണ്ടല്ലോ. എന്നിട്ട് വേണം വീട്ടിൽ അവിടെ നാട്ടിലെത്തിയിട്ട് ബീഫ് ഉണ്ടെങ്കിൽ ബീഫും നല്ല പൊറോട്ടയും കഴിക്കാൻ. നാട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ 160 രൂപയെ വരുള്ളൂ. കുറച്ച് കഴിയുള്ളൂ. ഇതാണ് നമ്മളെ ലോഞ്ച് ഏരിയ അല്ല, റെസ്റ്റിംഗ്. നമ്മൾ വന്നിരിക്കാനൊക്കെ പറ്റിയ ഏരിയ, റെസ്റ്റിംഗ് ഏരിയ. ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട്. ഞങ്ങൾ സെക്യൂരിറ്റി ചെക്ക് ഇന്ന് കഴിഞ്ഞില്ല കേട്ടോ, അങ്ങോട്ട് ഇനി പോകണം. നമ്മൾ ഇത് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പിന്നെയും കൂടുതൽ റേറ്റ് ചെയ്യും അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ബാഗ് എടുത്തിട്ട് പോവാം. 48 1122 രൂപയുടെ ഭക്ഷണമാണ് വിഷ്ണുവും ആശ്ലിയും കഴിക്കുന്നത്. ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി വലിയ ടേസ്റ്റും ഇല്ല കേട്ടോ. പപ്പടത്തിനൂടെ 3 മലേഷ്യൻ റിംഗിറ്റാണ്. നമ്മൾ എത്ര ഉണ്ടാവും? ടേസ്റ്റ് ഇല്ല. വെള്ളം കാണിച്ചു കൊടുക്ക്. വെള്ളം അടക്കാണ് 1222 രൂപ. ഈ ദിലീപ് പറയുന്ന പോലെ 1222 രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാം. ഇത്ര ബിരിയാണി കഴിക്കാല്ലേ നമുക്ക്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ 4 ലിറ്റർ മദ്യമുണ്ട്. ഒരാൾക്ക് അവിടെ ചോദിച്ചപ്പോൾ ഒരാൾക്ക് 2 ലിറ്റർ വെച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് പെർ പാസ്പോർട്ടിന് 2 ലിറ്റർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ ഇന്ത്യയിൽ ഓൾറെഡി ഹനോയിൽ നിന്ന് വാങ്ങി 1 ലിറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് എക്സ്ട്രാ 1 ലിറ്ററും കൂടി വാങ്ങി. പിന്നെ ആഷ്ലിക്ക് ഒരു 2 ലിറ്ററിൻ്റെ ഒരു കോംബോ ബോക്സ് ഉണ്ട്, 2 കുപ്പി വരുന്നത്, അതും വാങ്ങി. അപ്പോൾ ഇവിടെ എല്ലാം കൂടി ഒരു ബാഗിലാണ് പാക്ക് ചെയ്ത്. ഇവിടുന്ന് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കോഴിക്കോട് ഇറങ്ങുമ്പോൾ കുറച്ച് സീനാന്ന് പറയുന്നത്. ഞങ്ങൾ കൊച്ചിയിലല്ല, കോഴിക്കോട് ഇറങ്ങുന്നത്. അപ്പോൾ കോഴിക്കോട് ഇറങ്ങുമ്പോൾ എന്താ സീൻ വെച്ചാൽ അവിടെ ചെക്കിങ് കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ് പറയുന്നത്. അവിടെ ഈ പരിപാടികൾ ഗോൾഡിൻ്റെ ഒക്കെ പരിപാടി ഭയങ്കര കൂടുതലാണ്. എല്ലാ ബാഗ്സും ലഗേജും എല്ലാം ചെക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മറ്റേ അവിടെ എത്തിയിട്ട് എൻ്റെ ബാഗിലുള്ള 2 ലിറ്റർ ആഷ്ലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഹാൻഡ് ക്യാരി ആയിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. അവിടെ എത്തിയിട്ട് അവരൊന്നും പറയില്ലേക്കും. എന്താ വെച്ചാൽ 2 ലിറ്ററേ ഉള്ളൂ ആകെ. ഓരോരുത്തരെ ഒരു പെർ പാസ്പോർട്ടിൽ 2 ലിറ്റർ ഉള്ളൂ, എക്സ്ട്രാ മദ്യമൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിവേസ് ഞങ്ങളെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് 10:30 മണിക്ക് ആണ് ഫ്ലൈറ്റ് പോവുള്ളൂ. ഞാൻ അതുവരെ പോസ്റ്റ് ആയിട്ടിരിക്കണം. ഞങ്ങൾ Zone 2, Zone 1, Zone 2. അപ്പോൾ ഞങ്ങൾ ബോർഡ് ചെയ്യാൻ പോവാം. ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു 1/2 മണിക്കൂർ. ഇനിയിപ്പോൾ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ പോവാണ്. അതൊരു 11:30 ആകുമ്പോഴത്തേക്ക് എത്തും. ഞങ്ങളെ ലാസ്റ്റ് സീറ്റാണ് അല്ലേ, ഏറ്റവും പുറകിൽ. ഫ്ലൈറ്റ് നമ്മൾ സ്വന്തം നാട്ടിലെത്തിയിരിക്കുകയാണ്. രാത്രി 12:30 മണി. ഒരുപാട്
ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ഞങ്ങളെ 2 ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞു മെല്ലപ്പോര് എന്തായാലും പ്രോസസ്സ് കഴിയാൻ ഒരു 3/4 മണിക്കൂർ എടുക്കും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട്. താഴെ പുറത്തെത്തിട്ട് വിളിക്കാൻ പറഞ്ഞു. പക്ഷേ 2 ഒക്കെ പറയാനുണ്ടല്ലോ ട്രിപ്പിനെ പറ്റി. കോഴിക്കോട് എത്തിയിരിക്കുന്നു. ഇത്രയും കാലം ഇത്രയും ദിവസം പോയ എയർപോർട്ടിലൊന്നും ഇത്ര വലിയ സീനിലിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ്. എൻ്റെ അന്ന് ഞങ്ങൾ പോയിട്ട് ഞാൻ ഒരു കണ്ടായിരുന്നു. ഞങ്ങൾ പോയി ബാഗേജ് കളക്ട് ചെയ്യട്ടെ. അതെ വരുന്നു. പെട്ടെന്ന് കിട്ടി. അല്ല ഇതല്ലേ അല്ലേ തിരിച്ചോക്ക് അല്ലേ വരകാനാഥ് വിഷ്ണു. എൻ്റെ ഫോൺ പോകില്ലേ? എൻ്റെ ഇല്ലേ കയ്യില്ലേ? അപ്പോൾ ബാഗേജ് പെട്ടെന്ന് കിട്ടി. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ പോസ്റ്റ് ആവും. സിറ്റ് എവിടെ? ബഡീസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് കിട്ടിയല്ലോ. നമ്മള് ചെക്കന്മാർ കൊച്ചി എത്തി. കൊച്ചിയല്ല കേട്ടോ, വെറുതെ പറഞ്ഞാണ്, കോഴിക്കോടാണ്. നമ്മളെ കാറ് വന്നെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയോട്ടെ. എന്ത് പൊട്ടിയാലും കുപ്പി ഓട്ടല്ലേ. തുറക്കുവോ? ഞാൻ പോട്ടെ. ഹലോ അഖിലേഷ് എവിടെ? അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയി നമ്മൾ പോവാ. അയ്യോ ഭ്രാന്തായോ? അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. കൊച്ചിയുടെ സ്മെല്ലൊന്ന് ശ്വസിക്കട്ടെ. മേടിച്ചോ? വരുന്നത് ഞങ്ങളെ തെരഞ്ഞു പോയ ആള്. ഞാനെ തരാൻ 2 ആള് വേറെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇല്ലത്തെ ഒരു പതിവുണ്ട്. ആ പതിവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ വീട്ടിലേക്ക് പോകണം. 2 വാക്ക് പറയാനുണ്ടെങ്കിൽ ഇല്ലത്തൊരു പതിവുണ്ടല്ലേ? ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയാണ് ആദ്യം കുപ്പി, ആദ്യം ഷാപ്പില്